സർവവുമെടുത്തുകൊള്ളുക. വിശുദ്ധ കൊച്ചുറേസ്യായുടെ ചിന്തകള് ഇവിടെ നമുക്ക് ഒത്തിരി പ്രചോദനം നൽകുന്നതാണ്. കൊച്ചുറേസ്യ തന്നെ വിശേഷിപ്പിച്ചത് ഞാൻ ഈശോയുടെ കയ്യിലെ കളിപ്പന്താണെന്നാണ്. അപ്പോൾ ഈശോ ചിലപ്പോൾ ഈ കളിപ്പന്തൊക്കെ കയ്യിൽ വെച്ച് തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഈശോ ഈ പന്തെടുത്ത് എറിഞ്ഞു കളിക്കും. ചിലപ്പോൾ ഈശോ ഈ പന്ത് മുറിയുടെ ഏതെങ്കിലും മൂലയിൽ ഉപേക്ഷിച്ചിട്ട് മറ്റെന്തെങ്കിലും കാര്യത്തിന് പോകും. അത് ഈശോ പന്തിനെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല. പന്തായതുകൊണ്ട് ഒരു വ്യക്തിയും ഒരിക്കലും എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയില്ല. ഈ നിലകളിൽ ദൈവം എന്നെ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു, ഇന്ന് എന്നെ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ദൈവം എന്നെ തള്ളിക്കളഞ്ഞു എന്ന് ചിന്തിച്ച് നീ ദുഃഖിച്ച് തളരരുത്. വീണ്ടും നിന്റെ നാഥൻ നിന്നെ തേടി വരുന്ന ഒരു നിമിഷമുണ്ട്. ആ സമയത്ത് അവന്റെ കൈകളിൽ ഒരു പന്തായി തീരാൻ ഒരുങ്ങി കാത്തിരിക്കുക മാത്രം നീ ചെയ്താൽ മതി. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഉപയോഗിക്കപ്പെട്ടില്ല എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. ചിലപ്പോഴെല്ലാം ഇങ്ങനെയുള്ള കാലഘട്ടം പുതിയ അഭിഷേകത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്ന കാലഘട്ടമാണ്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ വിവാഹത്തിന്റെ നാളുകളില് സ്റ്റെല്ല ജീസസ് യൂത്തിന്റെ നേതൃനിലയിലൊക്കെ ഒത്തിരി ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി. ഞാനും അന്ന് KSTയും KABയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അന്നത്തെ KST ചെയർമാനായിരുന്ന പള്ളിവാതിക്കലച്ചനാണ് ഞങ്ങളുടെ കല്യാണത്തിന്റെ ബ്രോക്കർ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും കൂടി വിവാഹിതരാക്കി കഴിഞ്ഞാൽ അവരൊത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു. റിന്യൂവലിന്റെ മേഖലകളിൽ ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ശക്തമായിട്ട് പ്രവർത്തിക്കുമെന്നൊക്കെയാണ് അവർ ചിന്തിച്ചത്. എന്നാൽ കല്യാണം കഴിഞ്ഞു ഞങ്ങളുടെ ജീവിതം നേരെ എതിരായിപ്പോയി. ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കാനോ ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥ. സ്റ്റെല്ല ഇടുക്കിയിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു, ഞാൻ മലബാറിലും ജോലി ചെയ്യുന്നു. അവധി ബാങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സ്റ്റെല്ലയെ കാണാൻ പോകുന്നു. അതുകൊണ്ട് ശുശ്രൂഷകളെല്ലാം കുറവ് വന്നു. ഇങ്ങനെ പല സാഹചര്യങ്ങൾ, രോഗങ്ങൾ, പല പ്രശ്നങ്ങൾ കൊണ്ട് തുടർന്നുള്ള വിവാഹം കഴിഞ്ഞുള്ള 3 വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ പ്രവർത്തന മേഖലകളിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെടുന്ന അനുഭവം ഉണ്ടായി. ഒന്നിനും പോകാൻ പറ്റാത്ത ഒരു നിസ്സഹായത. ആഗ്രഹമുണ്ട്, പക്ഷെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഒന്നും അനുവദിക്കാത്ത അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, കല്യാണം കഴിഞ്ഞു, 2 പേരുടെ അരൂപി പോയി, 2 പേരും കർത്താവിനെ മറന്നു എന്നൊക്കെ പറയുന്ന കമന്റുകൾ കേൾക്കുമ്പോൾ ഹൃദയം തകരുകയാണ്. ആഗ്രഹമുണ്ട്, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ സാധിക്കുന്നില്ല. അങ്ങനെ അന്നത്തെ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ മെയിൻ സ്ട്രീമിൽ നിന്നും മാറി ഒരു പ്രെയർ ഗ്രൂപ്പ് പോലും ഇല്ലാതെ, മലബാറിലെ ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ ഒറ്റപ്പെട്ട് ജീവിച്ചു 3 വർഷം. ഭീകരമായിരുന്നൊരു 3 വർഷം. കാരണം ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് ജീവിക്കണം, പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച വ്യക്തികളാണ്. വിവാഹം കഴിഞ്ഞപ്പോൾ 2 പേരും കൂടി കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന് സ്വപ്നം കണ്ടതാണ്. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞു. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലം, ഒന്നുമില്ലാത്ത അവസ്ഥയെ, കൂട്ടായ്മ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയെത്തി. അങ്ങനെ തകർന്ന് തരിപ്പണമായ നാളുകളിൽ, ഇനി ഒരു ആത്മീയ ശുശ്രൂഷ പോലും ഉണ്ടാകുകയില്ല എന്ന് ചിന്തിച്ച നാളുകളിലാണ് ഷാലോം ഗ്രൂപ്പിന് ദൈവം രൂപം കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ആ 3 വർഷം നവീകരണത്തിന്റെ മെയിൻ സ്ട്രീമിൽ ഞങ്ങളെ മാറ്റി നിർത്തിയത്? എന്തിനു വേണ്ടിയാണ് നവീകരണ രംഗത്തെ ഓട്ടങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ തടഞ്ഞത്? എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ മലബാറിലെ ഒരു കുഗ്രാമത്തിലെ ഒതുക്കിയിട്ടത്? പുതിയ ഒരു ദർശനം നൽകാൻ വേണ്ടിയായിരുന്നു. കർത്താവിന്റെ പുതിയൊരു സ്വപ്നമായ ഷാലോം അത് സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു. ഞങ്ങൾ ഓടി നടന്നാൽ അത് സംഭവിക്കുകയില്ല എന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് ദൈവം അതുവരെയുമുള്ള സകല പ്രവർത്തന മേഖലകളിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തി ദൈവത്തിന്റെ പുതിയ സ്വപ്ന പദ്ധതിയായ ഷാലോമിനെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുകയായിരുന്നു ചെയ്തത്. ഇതുപോലെ ദൈവം ചിലപ്പോഴൊക്കെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നിർത്തുന്നതും, ചിലപ്പോഴൊക്കെ ശൂന്യതയിലേക്കും ഒറ്റപ്പെടലിലേക്കും ഒക്കെ നമ്മൾ തള്ളി വിടുന്നതും പുതിയ അഭിഷേകം നൽകാൻ വേണ്ടിയാണ്, പുതിയ ദർശനങ്ങൾ നൽകാൻ വേണ്ടിയാണ്, പുതിയ സ്വപ്നങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഈ ശൂന്യതയിൽ നിന്ന് ഒളിച്ചോടാൻ പോകരുത്. ഈ ശൂന്യതയെ നമ്മൾ സ്വീകരിക്കണം. ദൈവം തിരുമനസ്സാകുന്നത് വരെയും ഈ വരണ്ടുണങ്ങിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് നമ്മൾ തയ്യാറാകണം. കാരണം ഈ വരണ്ടുണങ്ങിയ മരുഭൂമിയുടെ അനുഭവങ്ങളിലാണ് ദൈവത്തിന്റെ പുതിയ വെളിപാടുകൾ നമുക്ക് സ്വീകരിക്കുവാനുള്ള പ്രാപ്തി നേടുന്നത്. നോർത്ത് നോക്കുക, ധാരാളം വെള്ളമുള്ള മരുപ്പച്ചയുള്ള ഒരു സ്ഥലത്തുകൂടിയാണ് ഇസ്രായേൽക്കാർ യാത്ര പോയതെങ്കിൽ പാറ പിളർന്ന് ജലം നൽകുന്ന ഒരു ദൈവത്തെ എങ്ങനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കും?
ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങളുള്ള സ്ഥലത്തുകൂടിയാണ് ഇസ്രായേൽക്കാർ യാത്ര ചെയ്തതെങ്കിൽ എങ്ങനെ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് മന്ന പൊഴിക്കുന്ന ഒരു ദൈവത്തെ അവർക്ക് പരിചയപ്പെടാൻ സാധിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹമാണ് നിങ്ങളെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത്. മരുഭൂമിയിലേക്ക് നയിക്കുമ്പോൾ എല്ലാം തകർന്നു എന്ന് കരുതി നിരാശപ്പെട്ട് മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. നിങ്ങളെ ചിലപ്പോൾ മരുഭൂമിയിലേക്ക് തള്ളിവിട്ടത് മറ്റു മനുഷ്യരായിരിക്കാം. മറ്റു മനുഷ്യരുടെ തിന്മകളും അസൂയയും മത്സരവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മരുഭൂമി അനുഭവം തന്നിട്ടുണ്ടെങ്കിലും ഈ മരുഭൂമിയെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ മരുഭൂമിയിൽ ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ പുതിയ അഭിഷേകം, ആദ്യത്തേതിനേക്കാൾ വലിയ അഭിഷേകം സ്വന്തമാക്കി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരിക്കലും മരുഭൂമിയുടെ അനുഭവങ്ങളിൽ തളർന്നു പോകരുത്. ദാവീദിന്റെ ജീവിതത്തിലെ ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഗത്തിലെ രാജാവായ അക്കീഷിന്റെ ആശ്രിതനായി സിക്ലാഗ് എന്ന പ്രദേശത്ത് ജീവിക്കുകയാണ്. സാവൂള് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ സാവൂളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗത്തിലെ രാജാവിന്റെ അടുത്ത് അഭയം തേടി. അങ്ങനെ അക്കീഷിന്റെ അനുമതിയോടുകൂടി സിക്ലാഗ് എന്ന പ്രദേശത്ത് താമസം തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഗത്തിലെ രാജാവ് ഇസ്രായേൽക്കാരുമായി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ രാജാവ് ദാവീദിനെ സഹായത്തിന് വിളിച്ചു. അങ്ങനെ വിശ്വസ്തനായ ദാവീദ് തന്നെ സംരക്ഷിക്കുന്ന ഗത്തിലെ രാജാവിന് വേണ്ടി സ്വന്തം ജനതയോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഗത്തിലെ പ്രഭുക്കന്മാർക്ക് സംശയം. യുദ്ധമുന്നണിയിൽ വെച്ച് ഇവൻ കൂറുമാറി ഇസ്രായേൽക്കാരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപകടത്തിലാകും, അതുകൊണ്ട് ഇവനെ യുദ്ധം ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല എന്ന് രാജാവിനോട് അവർ പറഞ്ഞു. ദാവീദിന്റെ വിശ്വസ്തതയിൽ അക്കീഷിന് വിശ്വാസമുണ്ടായിരുന്നെങ്കിലും പ്രഭുക്കന്മാരുടെ നിർബന്ധം കാരണം യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ദാവീദിനെയും അനുചരന്മാരെയും അവർ മടക്കി അയച്ചു. ദാവീദ് അപമാനിതനായി. അങ്ങനെ അപമാനിതനായി ദാവീദ് തന്റെ ക്യാമ്പിലേക്ക് എത്തിയപ്പോൾ അവിടെ കാണുന്നത് എന്താണ്? അമാലേക്യര് വന്ന് ഈ സിക്ലാഗിലെ ദാവീദിന്റെയും അനുചരന്മാരുടെയും ക്യാമ്പ് മുഴുവനും തീവച്ച് നശിപ്പിച്ചു. ദാവീദിന്റെയും അനുചരന്മാരുടെയും ഭാര്യമാരെയും കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി. ഇത് കണ്ടതോടുകൂടി ദാവീദിന്റെ അനുചരന്മാർക്ക് ദാവീദുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അവർ ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്, ഗൂഢാലോചന നടത്തുകയാണ്. കാരണം ഇവൻ കാരണം ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു, നാണം കെട്ടു, ഇനി ഇവന്റെ കൂടെ കൂടിയിട്ട് കാര്യമില്ല, ഇവനെ കൊല്ലാമെന്ന് കരുതി ജനങ്ങൾ ദാവീദിന്റെ പിറുപിറുക്കുകയാണ്. ദാവീദിന്റെ ജീവിതം നശിക്കാൻ പോകുന്ന ഘട്ടത്തിലെത്തി. പ്രിയപ്പെട്ടവരെ, സാമുവൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തവനായിരുന്നു ദാവീദ്. എന്നാൽ ഇന്ന് ദാവീദിന്റെ അവസ്ഥ എന്താണ്? സാവൂളിനെ പേടിച്ച് നാടുവിട്ടു, മറ്റൊരു രാജ്യത്ത് അഭയം തേടി, അവിടെ അവരുടെ അവിശ്വാസം നേടി. ഒടുവിലിതാ ഭാര്യമാരും മക്കളും നഷ്ടപ്പെട്ട് അനുചരന്മാരാൽ കൊല്ലപ്പെടാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് ദാവീദ് കടന്നു വന്നു. സാമുവേലിന്റെ അഭിഷേകം വ്യർത്ഥമായി പോയോ? നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില അനുഭവങ്ങൾ ഉണ്ടാകാം. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ദൈവത്തിന് വേണ്ടി വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, എല്ലാം തകടം മറിയുന്ന തകരുന്ന അവസ്ഥകൾ. ഇങ്ങനെയുള്ള അവസ്ഥകൾ കടന്നു വരുമ്പോൾ ദൈവവിളിയെക്കുറിച്ച് പോലും സംശയമുണ്ടാകാം. എന്നാൽ ദാവീദ് അവിടെ എന്തു ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവൻ തന്റെ ദൈവമായ കർത്താവിൽ ബലം പ്രാപിച്ചു. അവന് ബലം പ്രാപിക്കാൻ ഒന്നുമില്ല. അനുചരന്മാർ കൈയൊഴിഞ്ഞു. ആശ്രയിച്ചിരുന്ന ഗത്തിലെ രാജാവും പ്രഭുക്കന്മാരും കൈയൊഴിഞ്ഞു. ഭാര്യമാരും കുഞ്ഞുങ്ങളുമില്ല. താൻ ആരെ സേവിച്ചിരുന്ന സാവൂൾ രാജാവ് കൈയൊഴിഞ്ഞു. ഈ ലോകത്തിൽ ആരുമില്ലാത്ത അവസ്ഥയിലും ദാവീദ് തന്റെ ദൈവമായ കർത്താവില് ശരണപ്പെട്ടു. 1 സാമുവേൽ 30:6 നമ്മൾ വായിക്കുന്നു. ദാവീദ് തന്റെ ദൈവമായ കർത്താവിൽ ശരണപ്പെട്ടു, ബലം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തിൽ ബലം പ്രാപിച്ച് അവൻ തന്റെ അനുചരന്മാരോടുകൂടി ചെന്ന് അമാലേക്യരെ ആക്രമിച്ച് തടവിലാക്കിയിരുന്ന ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തകരരുത്. കർത്താവിൽ നമ്മൾ ബലം പ്രാപിക്കണം. കർത്താവിലേക്ക് നമ്മളെ നോക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണ്. കർത്താവിലേക്ക് നോക്കുമ്പോൾ പുതിയ ശക്തിയുടെ അഭിഷേകം കിട്ടും, പുതിയ ദർശനങ്ങൾ ഉണ്ടാകും, പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കർത്താവിലേക്കാണ് നോക്കേണ്ടത്, സാഹചര്യങ്ങളിലേക്കല്ല. ശാലോം മാസിക തുടങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, അത് തുടങ്ങുന്നതിന്റെ പിന്നിലുള്ള പ്രചോദനവും ദർശനവും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ചിലർക്ക് കേട്ടിട്ടുള്ളതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളും വില കുറഞ്ഞ ന്യൂസ് പ്രിന്റില് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അച്ചടിച്ചുകൊണ്ടിരുന്നത്.
എന്നാൽ സിനിമാ മാസികകളും ലോകത്തിന്റെ സന്ദേശങ്ങൾ നൽകുന്ന മാസികകളൊക്കെ നല്ല വില കൂടിയ പേപ്പറിൽ 4 കളറിൽ വളരെ അട്രാക്റ്റീവായിട്ട് അച്ചടിക്കുന്നു. ഇതില് ദൈവത്തിന് ദുഃഖമുണ്ട് എന്ന് എനിക്കൊരു ബോധ്യമുണ്ടായി. കാരണം ദൈവം മനുഷ്യന് നൽകിയ വലിയ ദാനങ്ങളാണ് ഈ അച്ചടി വിദ്യയും സാങ്കേതികമായ കണ്ടുപിടുത്തങ്ങളൊക്കെ. ഇത് ദൈവത്തിന്റെ മഹത്വത്തിന് ഉപയോഗിക്കാതെ പിശാച് ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്തു, ദൈവത്തിന്റെ വചനവും മനുഷ്യർക്ക് ഏറ്റവും ആകർഷണീയമായ രീതിയിൽ വില കൂടിയ പേപ്പറിൽ 4 കളറിൽ തന്നെ അച്ചടിക്കണം. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ 4 കളർ ക്രിസ്തീയ മാസിക മലബാറിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് മെഴുകുതിരിയുടെ വെളിച്ചത്തിലാണ് ആദ്യമായിട്ട് പ്രകാശനം ചെയ്യപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അത് കണ്ട പലരും ചോദിച്ചു, കർത്താവിന് എന്തിനാ കളറ് എന്ന്. കാരണം നമ്മുടെ കർത്താവ് ദാരിദ്ര്യത്തില് ജനിച്ച് ജീവിച്ചവനാണ്. അവന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ ഇത്രയും പൈസയൊക്കെ മുടക്കേണ്ട കാര്യമുണ്ടോ? ആ ഗ്ലേസ്ഡ് പേപ്പർ അങ്ങ് മാറ്റി 4 കളർ അങ്ങ് മാറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി വില കുറച്ച് കുറച്ചുകൂടി പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുകയില്ലേ? പലരും എന്നോട് അന്ന് ചോദിച്ചിരുന്നു. പക്ഷെ എങ്കിലും പിൽക്കാലത്ത് സഭയിലെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും തന്നെ കളറിലേക്ക് മാറിയെന്ന് നമുക്കറിയാം. അപ്പൊ കർത്താവിന് ഏറ്റവും നല്ലത് കൊടുക്കണമെന്ന ചിന്ത അന്ന് മുതൽ മനസ്സിലുണ്ടായി. ഏറ്റവും നല്ലത് കർത്താവിന് കൊടുക്കുക. സൺഡേ ശാലോം പത്രം തുടങ്ങുമ്പോൾ ശാലോമിന്റെ ഓഫീസിൽ ഒരു കമ്പ്യൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല. ജേർണലിസം പഠിച്ച ഒരു വ്യക്തി പോലും ഉണ്ടായിരുന്നില്ല. ശാലോം TV തുടങ്ങുന്ന സമയത്ത് 1 ലക്ഷം രൂപ എടുക്കുവാൻ പോലുമുള്ള സാമ്പത്തിക ശേഷി ശാലോമിനുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയിലും ദൈവം നൽകിയ ദർശനങ്ങളോട് വിശ്വസ്ത പുലർത്തി അനുസരിച്ചപ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. അതുകൊണ്ട് നമ്മൾ സാഹചര്യങ്ങളിലേക്ക് നോക്കിയല്ല ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ടത്. നമ്മുടെ കഴിവുകളിലേക്ക് നോക്കിയല്ല ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ടത്. നമ്മുടെ കഴിവിന് ഒതുങ്ങുന്ന ശുശ്രൂഷ ചെയ്യാനാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആവശ്യം പിന്നെയൊന്നുമില്ല. പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകുന്നത് നമ്മുടെ കഴിവിനും ഉപരിയായി തന്നെയുള്ള ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും നമ്മൾ ചെയ്യണം. അപ്പോൾ ദൈവം അതിനനുസരിച്ച് കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുമെന്ന് തീർച്ചയാണ്. അവിടെ എല്ലാം ശരിയായിട്ട് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് ദൈവ ശുശ്രൂഷ ചെയ്യാൻ ഒരുങ്ങിയാൽ ഒരു കാലഘട്ടത്തിലും നമുക്ക് ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ പറ്റുകയില്ല. കുറെ നാൾ മുമ്പ് എനിക്കൊരു സഹോദരിയുടെ കത്ത് കിട്ടി. ആ കത്തില് എഴുതിയിരുന്ന കാര്യം ഇതാണ്. അവരുടെ വിവാഹം കഴിഞ്ഞു, ആദ്യമായിട്ട് ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രസവത്തെക്കുറിച്ച് ഭയങ്കരമായ പേടിയായിരുന്നു. അതുകൊണ്ട് അവര് ഒരു നേർച്ച നേർന്നു, സുഖപ്രസവം കിട്ടിയാൽ കൊച്ചിനെയും എടുത്തുകൊണ്ട് മലയാറ്റൂർ മല കയറിക്കൊള്ളാമെന്ന്. അങ്ങനെ നേർച്ചയൊക്കെ നേർന്നു. പ്രസവം വളരെ സുഖപ്രസവമായിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല, നല്ലൊരു ആൺകുഞ്ഞ്. അപ്പോൾ അവര് കുറച്ചുകൂടെ പ്രായമായിട്ട് മലയാറ്റൂർക്ക് പോകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കാത്തിരുന്നു. അതിനിടയിൽ 2ാമതും ഗർഭിണിയായി, 3ാമതും ഗർഭിണിയായി. അങ്ങനെ ഈ പ്രസവങ്ങളുടെ ഇടയിൽ ഈ മലയാറ്റൂർക്ക് പോകുന്ന കാര്യം മറന്നുപോയി. വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ നേർച്ചക്കടത്തെക്കുറിച്ച് ധ്യാനഗുരു പറയുന്ന കേട്ടപ്പോഴാണ് ഈ കാര്യം ഈ സഹോദരിയുടെ ഉള്ളിലേക്ക് വന്നത്. അപ്പോൾ സഹോദരിക്ക് ആകെ ഒരു പ്രശ്നം. നേർന്നത് എന്താണ്? കൊച്ചിനെയും എടുത്തുകൊണ്ട് മലയാറ്റൂർ മല കയറാം. ഇന്ന് കൊച്ചിന് 25 വയസ്സുണ്ട്. ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് എങ്ങനെയാണ് മലയാറ്റൂർ മല കയറുക? ഇതാണ് ഈ സഹോദരി എന്നോട് എഴുതി ചോദിച്ച കാര്യം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വിളിക്ക് എപ്പോഴും ഒരു അർജൻസി ഉണ്ട്. ദൈവം വിളിക്കുമ്പോൾ നമ്മൾ യേസ് എന്ന് പറയണം. ഞാൻ ഫെഡറൽ ബാങ്കിലെ 16 വർഷം സർവീസ് ഉള്ളപ്പോഴാണ് ബാങ്കിലെ ജോലി രാജിവെക്കുന്നത്. അപ്പോൾ 20 വർഷം സർവീസ് ഉണ്ടെങ്കിൽ എനിക്ക് പെൻഷൻ കിട്ടും. ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വമാണല്ലോ പെൻഷൻ. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു 4 വർഷം കൂടി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം. 4 വർഷം കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്യുകയാണെങ്കിൽ പെൻഷൻ കിട്ടും, അത്രയെങ്കിലും ആയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും കാര്യത്തിൽ ദൈവത്തെ വിശ്വസിക്കുകയെങ്കിൽ പിന്നെ പെൻഷന് വേണ്ടി എന്തിനാ ദൈവത്തെ സംശയിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ആ 4 വർഷം കാത്തിരിക്കാതെ ഞാൻ റിസൈൻ ചെയ്തു. പ്രിയപ്പെട്ടവരെ, പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി, ഈ 4 വർഷങ്ങൾ കൊണ്ട് സൺഡേ ശാലോമിന്റെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ ഇതെല്ലാം ആരംഭിക്കുവാൻ ദൈവം കൃപ തന്നു. ഒരുപക്ഷെ 4 വർഷം കഴിഞ്ഞാണ് ഞാൻ ഈ ദൈവത്തിന് വിളിയോട് യേസ് പറഞ്ഞെങ്കിൽ ദൈവത്തിന്റെ സമയം മാറിപ്പോയത് കൊണ്ട് പലതും ചെയ്യാനുള്ള കൃപ എനിക്ക് കിട്ടണമെന്നില്ലായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ സമയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്.
അപ്പൊ ദൈവം വിളിക്കുമ്പോൾ നമ്മൾ യേസ് എന്ന് പറയണം. എനിക്ക് സൗകര്യമുള്ളപ്പോൾ, എന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട്, എന്റെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കാം എന്ന് തീരുമാനിച്ചാൽ ഒരിക്കലും നമുക്ക് ജീവിക്കുവാനായിട്ട് പറ്റുകയില്ല. മറിച്ച് ദൈവ വിളിക്ക് പരമപ്രധാനമായ ഒരു സ്ഥാനം നമ്മൾ കൊടുക്കണം. ദൈവത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറ്റുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഇസ്രായേൽക്കാര് ചെങ്കടലിന്റെ തീരത്തായിരുന്ന സമയത്ത് അപ്പോഴാണ് ഫറവോയുടെ മനസ്സ് മാറി കഠിനചിത്തനായി ഇവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഫറവോ സൈന്യസമേതം ഇവരെ പിന്തുടരുന്നത്. ജനങ്ങള് ആകെ ഭയവിഹ്വലരായി. അവർ വിചാരിച്ചു, ഞങ്ങളിപ്പോൾ ഈ ചെങ്കടലിന്റെ തീരത്ത് മരിച്ചു വീഴും. കാരണം ഇതാ ഫറവോ ഈ സൈന്യവും തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. അവർ നിലവിളിച്ച് കരയുകയാണ്. മുന്നോട്ട് ഓടി രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയില്ല, ചെങ്കടലാണ് അവിടെ ഉള്ളത്. ഈ സമയത്താണ് മോശ ദൈവത്തെ വിളിച്ച് കരയുന്നത്. അപ്പോൾ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ എന്തിനാ എന്നെ വിളിച്ചിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ജനത്തോട് മുന്നോട്ട് നടക്കാൻ പറ എന്ന്. മുന്നോട്ട് നടക്കുന്ന പറഞ്ഞാൽ മുന്നിൽ ചെങ്കടല ഉള്ളത്. പക്ഷേ മോശയോട് ദൈവം പറയുന്നു, നീ എന്തിന് എന്നെ വിളിച്ചിങ്ങനെ നിലവിളിച്ച് സമയം കളയണം? ജനത്തോട് മുന്നോട്ട് നടക്കാൻ പറയുക എന്ന് പറയുന്നു. അങ്ങനെ മോശ ഇസ്രായേൽക്കാരോട് പറയുന്നു, നിങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുക. ജനങ്ങൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴും അവരുടെ മുന്നിൽ വഴികളില്ല. അവരോട് മുന്നോട്ട് നടക്കാൻ ആജ്ഞാപിക്കുമ്പോഴും മുന്നോട്ടൊരു വഴി കാണിച്ചു കൊടുക്കാൻ മോശയ്ക്കില്ല. അവരുടെ മുന്നിൽ അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചെങ്കടൽ ഉണ്ടായിരുന്നു. എന്നാൽ അവർ മുന്നോട്ട് നടക്കാൻ ആരംഭിച്ചപ്പോഴാണ് ദൈവം മോശയോട് പറയുന്നത്, നിന്റെ കയ്യിലിരിക്കുന്ന വടി കടലിന്റെ നേരെ നീട്ടുക എന്ന്. അപ്പോഴാണ് കടൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടതും അവർക്ക് വേണ്ടി അവിടെ ഒരു പാത വെട്ടി തുറക്കപ്പെട്ടതും. പ്രിയപ്പെട്ടവരെ, വഴി വെട്ടി തുറന്ന് ജനങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നടക്കുക എന്നല്ല മോശ പറഞ്ഞത്. മറിച്ച് വഴിയില്ലാത്തപ്പോഴും അവിടെ തടസ്സം നിലനിൽക്കുമ്പോഴും പറഞ്ഞു, എഴുന്നേറ്റ് നടക്കുക എന്ന്. വിശ്വാസത്തിൽ എഴുന്നേറ്റ് നടക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചെങ്കടലുകൾ രണ്ടായിട്ട് മാറും. സാത്താൻ പ്രതിബന്ധങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്തി നമ്മളെ ഒതുക്കിയെടുത്താൻ ശ്രമിക്കും. വിശ്വാസത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, വിശ്വാസത്തിൽ നമ്മൾ ചുവടുകൾ വെക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചെങ്കടലുകൾ രണ്ടായിട്ട് വിഭജിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് സാഹചര്യങ്ങളെ നമ്മൾ ഭയപ്പെടരുത്, പ്രതിബന്ധങ്ങളെ നമ്മൾ ഭയപ്പെടരുത്, വ്യക്തികളെ നമ്മൾ ഭയപ്പെടരുത്, വിമർശനങ്ങളെ നമ്മൾ ഭയപ്പെടരുത്, ഭാവിയെ നമ്മൾ ഭയപ്പെടരുത്. നമ്മുടെ ദൈവം നമുക്ക് മതിയായവനാണ്, നമ്മുടെ ദൈവം നമുക്ക് വിശ്വസ്തനാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും മനുഷ്യരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, യൂറോപ്പിലെ പള്ളികളെല്ലാം അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു, ക്രിസ്തീയ വിശ്വാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, പാപം പെരുകിക്കൊണ്ടിരിക്കുന്നു, നമ്മളിങ്ങനെ ഇത്രയും വർഷമായി സുവിശേഷം പ്രഘോഷിക്കുന്നു, ലോകത്തിലെ പ്രകടമായ മാറ്റമൊന്നും വരുന്നില്ല, ലോകത്തിന്റെ ഗതിയെ മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടില്ല, ഇനി എന്താകും, എന്ത് ചെയ്യാൻ പറ്റും, ലോകത്തിലൊരു മാറ്റമുണ്ടാകുമോ? പലരും ആശങ്കപ്പെടുകയാണ്. ഞാനും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ആശങ്കപ്പെട്ടിരുന്നു. ഞാൻ ചിന്തിച്ചു, യൂറോപ്പിലെ സഭയൊക്കെ പോയി, ഓരോ ദിവസവും പള്ളികൾ ഇങ്ങനെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു. മറ്റ് അമേരിക്കയിലാണെങ്കിൽ ശരി, തിന്മയുടെ ഭയങ്കരമായ കടന്നുകയറ്റം, സമൂഹത്തിൽ മുഴുവനും ആ ക്രൈസ്തവ മൂല്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ പ്രസംഗിച്ചാൽ എന്നാ ചെയ്യാനാ? എനിക്ക് തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു മടുപ്പ് തോന്നി. ഇങ്ങനെയൊക്കെ അലഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ, വല്ല പ്രയോജനവുമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു നാളുകള് 4-5 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്കൊരു ബോധ്യം തന്നു. തിന്മ എന്തുമാത്രം പ്രബലമായിട്ടുണ്ടെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സമയം വൈകിയിട്ടില്ല. യൂറോപ്പിലെ സഭ എന്തുമാത്രം തകർന്നിട്ടുണ്ടെങ്കിലും ഇനിയും യൂറോപ്പിലെ സഭയ്ക്ക് ഭാവിയുണ്ട്. എന്നിട്ട് കർത്താവ് എനിക്ക് തന്ന ബോധ്യം ഇതാണ്. 1-ാം നൂറ്റാണ്ടിലേക്ക് നോക്കാൻ പറഞ്ഞു. 1-ാം നൂറ്റാണ്ടില് ഒന്ന് ഓർക്കുക, ക്രൈസ്തവ വിശ്വാസമുള്ളവർ വളരെ ചെറിയൊരു സമൂഹമായിരുന്നു. അവരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി യഹൂദ സമൂഹം മുഴുവൻ ശ്രമിച്ചു. അവർ ക്രിസ്തീയ വിശ്വാസം തുടച്ചു നിൽക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ പ്രബലമായ റോമാ സാമ്രാജ്യത്തിന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവരെ കീഴടക്കാൻ, തകർക്കാൻ ശ്രമിച്ച റോമാ സാമ്രാജ്യത്തെ തന്നെ ക്രിസ്തീയ വിശ്വാസം കീഴടക്കി. എന്താണ് ഈ മാറ്റത്തിന്റെ കാരണം? പെന്തക്കോസ്തായുടെ ശക്തിയാണ്. പെന്തക്കോസ്തായുടെ ശക്തി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച ആ കൾച്ചറിനെ തന്നെ മാറ്റിമറിക്കുവാൻ ആദ്യമ ക്രൈസ്തവ വിശ്വാസികൾക്ക് സാധിച്ചു.
എങ്കിൽ അന്നത്തേക്കാൾ കൂടുതൽ വിശ്വാസികൾ ഇന്നുണ്ട്. അന്നത്തേക്കാൾ കൂടുതൽ അനുകൂലമായ സാഹചര്യം നമുക്കുണ്ട്. അന്നത്തേക്കാൾ കൂടുതൽ ശക്തി നമുക്കുണ്ട്. നമ്മളിൽ വീണ്ടും ഒരു പെന്തക്കോസ്തായുടെ അനുഭവം ഉണ്ടായാൽ, ഒരു പുതിയ പെന്തക്കോസ്തായുടെ അനുഭവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ, പ്രിയപ്പെട്ടവരെ, വീണ്ടും സഭ ഉണർന്നെഴുന്നേൽക്കും. വീണ്ടും ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. വീണ്ടും സാത്താന്റെ കോട്ടകൾ തകിടം മറിയും. യൂറോപ്പിലെ സഭയ്ക്ക് ഇനിയും ഭാവിയുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലെ സഭയ്ക്ക് ഇനിയും ഭാവിയുണ്ട്. ഭാരതത്തിലെ സഭയ്ക്ക് ഇനിയും ഭാവിയുണ്ട്. സാത്താൻ പ്രബലനാണെങ്കിലും അവന് വിജയിക്കുവാൻ സാധിക്കില്ല എന്നുള്ളൊരു ബോധ്യം ദൈവം എനിക്ക് നൽകി. അതിനുശേഷമാണ് ശാലോം യൂറോപ്പിലെ പ്രവർത്തനം ആരംഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് ലോകത്തിലെ പ്രശ്നമെന്ന് പറയുന്നത് ദാരിദ്ര്യമോ യുദ്ധമോ അഴിമതിയോ കൊലപാതകമോ ലൈംഗിക അരാജകത്വമോ ഒന്നുമല്ല, ദൈവമില്ലായ്മയാണ്. ദൈവത്തെ കൊടുക്കുക എന്നത് മാത്രമാണ് ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. സുവിശേഷം ശക്തമായിട്ട് പ്രഘോഷിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ് ലോകത്തിന്റെ ഭാവിക്ക് ആവശ്യമായിട്ടുള്ളത്. സാധ്യമാകുന്ന സകല മേഖലകളിലൂടെയും സാധ്യമാകുന്ന സകല രീതികളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ശക്തമായി സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ സാമ്രാജ്യങ്ങൾ കുലുങ്ങും, രാജ്യങ്ങളിൽ മാറ്റമുണ്ടാകും, കൾച്ചറിൽ മാറ്റമുണ്ടാകും, സഭ വീണ്ടും ഉയർന്നെഴുന്നേൽക്കും. അതുകൊണ്ട് സാത്താൻ വിജയിച്ച് മുന്നേറുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒതുങ്ങിക്കൂടരുത്. നമുക്ക് ആവശ്യം ഒരു പുതിയ പെന്തക്കോസ്തായാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പുതിയ പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയുള്ള നിലവിളി നമ്മളിൽ ഉയരണം. ഒരു പുതിയ പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയുള്ള സമർപ്പണം നമ്മളിൽ നിന്നുണ്ടാകണം. സഭയുടെ സകല മേഖലകളിലേക്കും പരിശുദ്ധാത്മാവ് വീണ്ടും കടന്നു വരണം. ഒരു പുതിയ പെന്തക്കോസ്തായ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും സഭയിലില്ല, ലോകത്തിലില്ല. അതിനാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെ മുറിവുകളിലെല്ലാം താലോലിച്ചുകൊണ്ടിരിക്കാതെ, പരാജയങ്ങളെ താലോലിച്ചുകൊണ്ടിരിക്കാതെ, പരിമിതികൾ ഓർത്ത് ദുഃഖിക്കാതെ, നല്ല കാലം കഴിഞ്ഞുപോയി എന്നോർത്ത് ചിന്തിക്കാതെ, വരാൻ പോകുന്ന പുതിയൊരു കാലഘട്ടം, പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു യുഗത്തിന് വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ച് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം.